ഇന്നസെന്റിന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും നല്ല ക്രിസ്മസ് ഓർമ്മകൾ ഇവിടെ തുടക്കത്തിൽ പങ്കുവെക്കാനുണ്ടോ? കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ കയ്യിലുണ്ട്. അത് മുഴുവനും പങ്കുവെക്കാൻ പറ്റില്ല ഇപ്പോൾ. പക്ഷെ നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം ഇടവേള എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. നമ്മുടെ ഇടവേള ബാബു ആദ്യത്തെ പടം, അയാളുടെ ആദ്യത്തെ പടമാണ് ഇടവേള. ഡയറക്ടർ മോഹനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. നളിനിയാണ് അതിലത്തെ ഹീറോയിൻ. ഞാൻ ആ സിനിമയിൽ ഒരു ചെറിയ റോള് ഞാൻ അഭിനയിക്കുന്നുണ്ട്. രാത്രി ഈ ക്രിസ്മസ് കരോൾ അതുണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത്. ആ കരോള് മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നല്ല തണുപ്പാണ്. അപ്പോൾ അവിടെ ആ കരോള് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാലാഖമാര് ഇങ്ങനെ ചിറക് രണ്ട് അറിയാലോ, മാലാഖമാർക്ക് ചിറകും ഇതുപോലെ തന്നെ ഇതായിട്ടുള്ള ഡ്രസ്സുകള്, അതുപോലത്തെ ക്രിസ്മസ് ഫാദർ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കത്തിച്ചില്ലേ, ഇത് കണ്ടപ്പോഴാണ് ഈ പൂത്തിരിയൊക്കെ കത്തിക്കണേന്റെ ഇടയിൽ നിന്ന് ഒരു തരി ഈ ക്രിസ്മസ് ഫാദറുടെ താടിമിളിക്ക് വീണു. പഞ്ഞിയാണ്, ഇതങ്ങോട്ട് കത്തി. അയാൾ അവിടുന്ന് ഒരു ഓട്ടോ ഓടി. ഞാൻ അയാളുടെ പിന്നാലെ 2 സ്റ്റെപ്പ് പോയി. പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് കണ്ട വെറുതെ എന്തിനു നമ്മൾ ഓടണേ. അപ്പോൾ അയാൾ ഓടി, അപ്പോഴേക്കും അയാൾ തട്ടിത്തടഞ്ഞു വീണു. കുറെ ഈ മാലാഖമാര് പറന്നുപോയി. കരോളിന് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കാത്തലിക് സെൻട്രൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും 10, 15, 20 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഇപ്പോ ആ കൊണ്ടുവന്ന അച്ഛൻ ഒരാഴ്ച മുമ്പാണ് മരിച്ചത്. ഫാദർ ജോൺ ഇടപ്പള്ളി എന്ന് പറയുന്ന അച്ഛൻ. അപ്പോൾ ആ അച്ഛൻ മരിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയും കൂടി പോയപ്പോൾ ഒരുത്തൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞിട്ട്, എന്നെ ഇന്നസെന്റ് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഞാനന്ന് ക്രിസ്മസ് ഫാദർ, അയാള് ഇവനാ പൊള്ളി നാശമായി ഈ നിലയ്ക്കായത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് ഇത് ക്രിസ്മസ് വരുമ്പോ നമുക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ സങ്കടകരമായ ഒരു ഇൻസിഡന്റ് എന്നും മനസ്സിൻ്റെ അകത്തുണ്ട്. ഞങ്ങള് കരോള് പോകുമ്പോ സ്ഥിരം ഒരു വീടെത്തുമ്പോൾ മാത്രം വലിയ തുകയ്ക്ക്, അതായത് ആ ക്രിസ്മസ് അപ്പൂപ്പനാവുന്ന ആളുടെ കയ്യിൽ നിന്നും വലിയ വില പറഞ്ഞ് ഒരുത്തൻ എപ്പോഴും ആ വേഷം ഒരു വീട്ടിൽ മാത്രം മേടിക്കുമായിരുന്നു, എല്ലായ്പ്പോഴും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇച്ചിരി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിലെ പെങ്കൊച്ചുമായിട്ട് എൻ്റെ കൂട്ടുകാരൻ പ്രണയമാണ്. അപ്പൊ നല്ല പ്രണയം ആയുമ്പം ഇവൻ ആകെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ ചെന്നിട്ട് ഈ പെണ്ണിനെ കണ്ടിട്ട് അവളുടെ ഷെയ്ക്കാൻ്റെ അവളുടെ കയ്യിലൊക്കെ പിടിച്ച് ഒന്നിങ്ങനെ ആയിട്ട് വരാൻ ഈ അപ്പൂപ്പന്റെ വേഷത്തിൽ പോകുമ്പോൾ രസം കിട്ടും. പക്ഷെ ഇവന്റെ ഒരു അത്യാർത്ഥി ആപത്തായിപ്പോയി. ഇവൻ ആ വീട്ടിലെത്തി, ഇവൻ ആ പെണ്ണിന്റെ അച്ഛന് ഷെയ്ക്കാൻ്റെ കൊടുത്തു, അമ്മയ്ക്ക് ഷെയ്ക്കാൻ്റെ, ഇവക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നത് ഇവൻ ആ ഗ്ലൗസ് ഊരി, ഈ അവതാറിലൊക്കെ മറ്റേ കണക്ഷൻ കൊടുക്കുമല്ലോ, അതുപോലെ ഒരു നേരിട്ട് തൊടാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഊരിയപ്പോൾ അവളുടെ അച്ഛൻ നോക്കിയപ്പം ക്രിസ്മസ് അപ്പൂപ്പൻ ഒരു ആവശ്യമില്ലാണ്ട് ഗ്ലൗസ് ഊരിയിട്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നത്. എന്നൊരു വിളി വിളിച്ചത് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് അപ്പൂപ്പൻ ഇല്ല, ഞങ്ങൾ മാത്രം അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുക മധുരവഴി ഓടികളെ. അപ്പൊ ഇനി ഒരുപാട് നല്ല ചിരികളും പരിപാടികളും ഒക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാം. എന്റെ സെന്റേട്ടാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഓക്കെ. So moving on, നമ്മുടെ അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സ്വനം ഫ്രം തൃശൂർ. Swanam, welcome to Once Upon a Time. Thank you so much. Swanam, it's a very different name. അതെ, ഡിഫറെന്റ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരിട്ട പേരാണ് സ്വനം എന്നുള്ളത്. ശരി, വീട്ടിലാരെങ്കിലും സംഗീതവുമായിട്ട് ബന്ധമുള്ള പാട്ട് പാടുന്ന? സംഗീതമായിട്ട് ബന്ധമില്ല, എനിക്ക് സംഗീതമായിട്ട് ബന്ധമുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. അത് കഴിഞ്ഞിട്ട് ആ ബന്ധം അവളുടെ വീട്ടുകാർ പിടിച്ചപ്പോ നിർത്തി. അങ്ങനെ പിന്മാറാൻ പാടുണ്ടോ? ഇപ്പൊ ഞാൻ വേറൊരാളായിട്ട് ബന്ധത്തിലാണ്. സ്വനം കപൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹിന്ദി നടിയുടെ ഒക്കെ പേരായിട്ട് വേണേ ചെയ്യാൻ പറ്റും. സോനം കപൂർ ഉണ്ട്, എനിക്കറിയാം. ഞാൻ സ്വനം കപൂർ എന്ന് വേണമെങ്കിൽ ഇടാമെന്നുള്ളതേ പറഞ്ഞുള്ളൂ. സോനം കപൂർ വേറെ, സ്വനം കപൂർ വേറെ. ഇത് സാങ്കല്പിക കഥാപാത്രം. ഒരു കാര്യം, പിഷാരടി, നിനക്ക് സഹായം വേണം. എന്റെ സഹായം വേണം. പിള്ളേരെ ഒറ്റപ്പെടുത്തുക. ഞാൻ പറഞ്ഞാണ്ട് കൂടെ. ഓക്കെ, നമുക്ക് രണ്ടിനും കൂടെ പിടിക്കാം. ആ, വിളച്ചിലെടുക്കരുത് കേട്ടോ. നിങ്ങൾ ഏത് കോളേജാ? IAS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ചിറ്റിലപ്പള്ളി, തൃശ്ശൂർ. താൻ സ്റ്റുഡന്റ് ആണോ? അല്ലല്ല, ഫാക്കൽറ്റി ആണ്. ടീച്ചറാണോ ഇത്? ആഹാ. അപ്പോൾ നമുക്ക് സ്വനത്തിന്റെ പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമുക്കൊരു ഡ്രീം ഉണ്ടാവും. അതുപോലെ എനിക്കും ഒരു ഡ്രീം ഉണ്ട്, ടു ബിക്കം എ ഫിലിം റൈറ്റർ. അതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. ഒരു തിരക്കഥ എഴുതണം, ആ നല്ല രീതിയിൽ ഒരു സിനിമയായി കാണണം എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഡ്രീം.
ഏതൊരു നാടായാലും അവിടെ ഒരു കുടിയനുണ്ടാവും. നമ്മുടെ നാട്ടിലും ഒരു കുടിയനുണ്ട്. നമ്മുടെ നാട്ടിലെ സീനിയർ കുടിയനാണ് ലോനപ്പൻ ചേട്ടൻ. പുള്ളിയുടെ താടിയില്ലേ, 1-ാം തീയതി പുള്ളിയുടെ താടി ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം അടിച്ച മദ്യത്തിന്റെ 1/2 ലിറ്റർ പിഴിഞ്ഞെടുക്കാം. അജാതി കുടിയനാണ് നമ്മുടെ ലോനപ്പേട്ടൻ. ഒരു ദിവസം ലോനപ്പൻ ചേട്ടൻ അടിച്ച് ഫിറ്റായിട്ട് വരികയാണ്. ഞാൻ വന്നിട്ട് ആടി തീവ്രത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പുള്ളി നോക്കുമ്പോൾ അന്ന് ഈ ക്രിസ്മസ് ഒക്കെ നടക്കുന്ന ഇപ്പൊ ഇതുപോലത്തെ ഒരു അന്തരീക്ഷമൊക്കെ നടക്കാം. എല്ലാ വീടുകളിലും പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട്, ഗുണ്ടുകൾ പൊട്ടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിൽക്കണ സമയത്ത് ലോനപ്പൻ ചേട്ടൻ ഇങ്ങനെ ആടി കുഴഞ്ഞു വന്ന് നോക്കുമ്പോൾ ഒരു ഗുണ്ട് കിടക്കുക റോട്ടില്. പുള്ളി ഇതെടുത്ത് പോക്കലിട്ടു. പോക്കലിട്ടപ്പോഴാണ് ലോനപ്പൻ ചേട്ടൻ മനസ്സിലായത് ഇതാരണ്ട് കത്തിച്ചിട്ട ഗുണ്ടാന്ന്. ഈ ഗുണ്ട് ഇവിടെ കിടന്ന് പൊട്ടിയതിന് ശേഷം ലോനപ്പൻ ചേട്ടൻ ഒരു 3 മാസത്തേക്ക് ഒറ്റ നിപ്പ. അങ്ങനെ ഈ കൈ താഴേക്ക് ഇറങ്ങാൻ പറ്റൂല. അതിനുശേഷം ലോനപ്പൻ ചേട്ടന്റെ പേര് ശക്തിമാൻ ലോനപ്പൻ ചേട്ടൻ എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ലോനപ്പൻ ചേട്ടൻ അടിയും ഫിറ്റാവലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കി. കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം. അപ്പൊ അതുവരെ വലത് ചായ്വുണ്ടായിരുന്ന ലോനപ്പൻ ചേട്ടൻ വലതിന്റെയും ഇടതിന്റെയും ഭരണപരിഷ്കാരങ്ങളിൽ എതിർത്തുകൊണ്ട് സ്വതന്ത്രനാവാൻ തീരുമാനിച്ചു. സ്വന്തമായിട്ട് വാറ്റി കുടിക്കാൻ തുടങ്ങി. ഇപ്പൊ ലോനപ്പൻ ചേട്ടൻ നമ്മുടെ കേരളത്തിൽ ആകെപ്പാടെ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാവണ ജയിലില് പൊറോട്ടയ്ക്ക് മാവ് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലോനപ്പൻ ചേട്ടൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊന്നു മോനെ, ഞാൻ ഈ പണ്ട് വെള്ളമൊക്കെ അടിച്ച് ഫിറ്റായി വന്നിട്ട് എൻ്റെ ഭാര്യനും മക്കൾ എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ സത്യത്തിൽ ഇത് ഇപ്പോഴാണ് ഉപകാരപ്പെട്ടത് ലൈഫിൽ. പക്ഷെ ലോനപ്പൻ ചേട്ടൻ്റെ ഭാര്യയും മക്കളും പറയുന്നതെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞാൽ വെറും ഡാഷ് ആണെന്നാണ്. അതാണ് ലോനപ്പൻ ചേട്ടൻ്റെ അവസ്ഥ. ഇപ്പൊ ഒരു സീനിയർ കുടിയൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊരു ജൂനിയർ കുടിയനുണ്ട്. ഈ ജൂനിയർ കുടിയന്റെ പേരാണ് ആൽഫ്രഡ് എന്ന് പറഞ്ഞത്. ഈ കുപ്പി പാട്ട പ്ലാസ്റ്റിക് ഒക്കെ പറക്കാൻ വരുന്ന ആൾക്കാർ വരും. അപ്പൊ അവരിങ്ങനെ വിളിച്ചു പറയും കുപ്പി പാട്ട, അതിങ്ങനെ ഉറക്കനെ വിളിച്ചു പറയും. ഈ കുപ്പി നേട്ട വരെ ഓടിയെത്തും. എന്നിട്ട് ചോദിക്കും എവിടെ കുപ്പി. അജാതി കുടിയനാണ് ഇവൻ. പക്ഷെ ഇവന് കുട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആംബിയൻസ് വേണം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഞ്ചപ്പാടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ കണ്ണത്ത ദൂരം പാടായിരിക്കും. ഈ പുഞ്ചപ്പാടത്ത് പോയിട്ട് ഇവൻ ആംബിയൻസ് ഉണ്ടാക്കി കുടിക്കാൻ പോവാണ്. അപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് അവിടെ ഒരു കൈവഴി ഉണ്ടാവും. ഈ കൈവഴിയുടെ സൈഡിൽ ചെറിയ ചെറിയ തൈത്തെങ്ങുകൾ ഉണ്ടാവും. പിന്നെ ഇപ്പുറത്ത് ചെളിയായിരിക്കും. ഇവന്റെ ഷർട്ടും ഡ്രസ്സൊക്കെ അഴിച്ച് ഈ തൈത്തെങ്ങും ഇട്ടിട്ട് ഈ ചെളിയിൽ ഇറങ്ങി ഇങ്ങനെ ഉഴുവാൻ തുടങ്ങി. ഉഴുത് കയറി വരും, 2 അടിക്കും. പിന്നെയും പോയി ഉഴുത് കയറി വരും, 2 അടിക്കും. അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് മച്ചാൻ തിരിച്ചു വന്നപ്പോ ഈ ഷർട്ടും ജീൻസും കാണാനില്ല. ഇതാ 2 അടിച്ചോണ്ട് പോയി. അർദ്ധനഗ്നനായിട്ട് പുള്ളിക്കാരൻ നേരെ തൊട്ടടുത്തുള്ള ഒരു തുണിക്കടയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് അന്ന് ഏതോ ഒരു വ്യാപാരിനെ ഏതോ ഒരുത്തൻ കൊഞ്ഞനും കുത്തി എന്ന് പറഞ്ഞിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താൽ പ്രഖ്യാപിച്ചേക്കാണ്. ഒറ്റ കട തുറന്നിട്ടില്ല. 10-14 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പുഞ്ചപ്പാടത്തേക്ക്. ഇവൻ ഈ 14 കിലോമീറ്ററും ബൈക്കുമ്മേ ഒറ്റ തോർത്തുമുണ്ട് കൊടുത്തിട്ട് വരികയാണ്. ടൗണിൽ കൂടെ കറങ്ങി ഇവന്റെ വീട്ടിൽ ചെളിയൊക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് വേറെ കോമഡി. ഇവന്റെ പെണ്ണ് കാണാൻ ആൾക്കാർ വന്നിട്ട് വീട്ടിലിരിക്കുക. സ്വാഭാവികം. ഇവൻ വീട്ടിലേക്ക് കയറി വന്ന വഴി പ്ലേറ്റ് മറിച്ചു. അബദ്ധങ്ങളിൽ പ്ലേറ്റ് മറിക്കാൻ വിടുക്കാനാണ് ആൽഫ്രഡ്. അപ്പൊ പ്ലേറ്റ് മറിച്ചിട്ട് ഇവൻ ഇറങ്ങിയ വഴി പെണ്ണ് കാണാൻ ആൾക്കാർ വന്നിട്ട് കണ്ട വഴി ഇവൻ അമ്മേ അടിച്ചമ്മേ, ഫസ്റ്റ് പ്രൈസ് അടിച്ചമ്മേ എന്ന്. അപ്പോ അമ്മ ചോദിച്ചു എന്താ? കൽപ്പ എന്തിയ കർഷകൻ, അതായിരുന്നു എൻ്റെ പെർഫോമൻസ്. അവിടെ അന്ന് പെണ്ണ് കാണാൻ വന്ന ചെക്കൻ്റെ അമ്മാവൻ തുടങ്ങിയിട്ട് ചെക്കൻ വരെ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഷെയ്ക്കാന് കൊടുത്തിട്ട് വീട്ടിൽ പോയി. അങ്ങനത്തെ ഒരുത്തനാണ് നമ്മുടെ ഈ ആൽഫ്രഡ്. ഇപ്പൊ എൻ്റെ പുതിയൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ ത്രില്ലർ എഴുതാനാണ്. കാരണം ഇത്രയ്ക്കും വലിയ സൈക്കോകളെ വെച്ചിട്ട് എനിക്കൊരു ക്രൈം ത്രില്ലർ എഴുതാൻ പറ്റില്ല. നേരെ സൈക്കോ ത്രില്ലറിലേക്ക് ഞാൻ കൺവേർട്ട് ആവാണ്. താങ്ക് യു. ഹായ് സ്വനം, ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാണോ? എല്ലാം എനിക്ക് പരിചയമുള്ള എന്നെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാരാണ്. സോനം ചേട്ടാ, നിങ്ങളുടെ പേര് പോലെ തന്നെ നിങ്ങളുടെ തമാശകളും വളരെ പുതുമയുള്ളതായിരുന്നു. ഗംഭീരമായി കേട്ടോ. നന്ദി. സുനം നമസ്കാരം. വളരെ രസമായിട്ട് അവതരിപ്പിച്ചു. ഇതിലെ ഓരോ സംഭവങ്ങൾ അങ്ങനെ എനിക്കൊരിക്കലും ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പറയുകയാണെങ്കിൽ ആ ഒരു മാറ്ററേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു മാറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് പോയി അവിടെ പോയി ഇവിടം വരെ എത്തിച്ചു. വളരെ രസമായിരുന്നു. ഇനി വരുമ്പോൾ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള സംഭവമായിട്ട് ഇറങ്ങി വരണം. ഓക്കെ.